മെനോപോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ഒരു ഓവറിയിൽ നടക്കുന്ന ഒരു ഇവന്റ് മാത്രമല്ല. ചില ആളുകളിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില ആളുകളിൽ മെനോപോസ് ഒരു വില്ലനായിട്ട് തന്നെ നമുക്ക് പറയാം. ഇങ്ങനത്തെ സിംറ്റംസ് കണ്ടേക്കാം, അങ്ങനെയാണ് പറയുന്നത്. സിംറ്റംസ് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? സിംറ്റംസ് പറയുമ്പം ഫിറ്റ്നസ് ട്രെയിനേഴ്സ് അസോസിയേഷനായ HFTTയുടെ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിമൻസ് ഡേ അനുബന്ധിച്ച് ഇന്ന് നമ്മളുടെ ടോപ്പിക് മെനാപ്പോസ് ആണ്. മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മെനാപ്പോസ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ജിജാബായി ആണ്. വെൽക്കം മാം, വെൽക്കം ടു ദ ഷോ. ഷീ ഈസ് ഓൾസോ ദ ഫൗണ്ടർ ഓഫ് ഒമാഗി വെൽനസ് സെന്റർ. മെനാപ്പോസ് സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്കാണ് ഈ ഒമാഗി വെൽനസ് സെന്റർ. സോ ആദ്യം തന്നെ ചോദിക്കണം മാം, എന്താണ് ഈ മെനാപ്പോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം അല്ലേ? എന്താണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും? ആർത്തവ വിരാമം എന്ന് പറയുന്നത് പീരീഡ്സ് നിൽക്കുന്ന അവസ്ഥ, പീരീഡ്സ് എന്നേക്കുമായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ ആർത്തവ വിരാമം എന്ന് പറയുന്നത്. ഇപ്പം ഒഫീഷ്യലി എപ്പോഴാണ് ഈ മെനോപോസ് ആയി എന്ന് പറയുന്നത്, ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് പീരീഡ്സ് ഇല്ലാതെ ആവുമ്പോഴാണ് നമ്മൾ ഒഫീഷ്യലി മെനോപോസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലാസ്റ്റ് പീരീഡ്സിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി. ഓ, അതാണ് മെനോപോസ്. ആക്ച്വലി ഇതൊരു എന്താ പറയുക, ഫ്രീഡം കിട്ടുന്ന പോലെയല്ലേ? ഐ മീൻ മെൻസ്ട്രൽ സൈക്കിളിന്റെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം എൻഡായി. അപ്പം ഇത് ഇത്രമാത്രം ചർച്ച ചെയ്യേണ്ട ടോപ്പിക് ഉണ്ട്. അതൊരു എന്താ പറയാ, നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടി. സോ ഇതെങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കായിട്ട് മാറുന്നത് എങ്ങനെയാണ്? മെനോപോസിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ, ഒരു ഒരു സൈഡ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഫ്രീഡം കിട്ടുകയാണ്. അതുവരെ എല്ലാ മാസങ്ങളും ആയിട്ടുള്ള പീരീഡ്സിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള ഒരു ഫ്രീഡം ആണ് അവിടെ. പക്ഷെ ഇതൊരു ട്രാൻസിഷൻ ഫേസ് ആണ്. ഒരു ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം നമ്മൾ ഏതൊരു ഫേസിൽ നിന്ന് നെക്സ്റ്റിലേക്ക് പോകുമ്പോഴും കുറച്ച് ചേഞ്ചസും അതിൻ്റെതായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ മെനോപോസ് ആവുമ്പോഴും കുറച്ച് ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചില ആളുകളിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില ആളുകളിൽ മെനോപോസ് ഒരു വില്ലനായിട്ട് തന്നെ നമുക്ക് പറയാം. എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ? പ്രശ്നങ്ങൾ എന്ന് പറയുമ്പം ഇപ്പം സ്ത്രീ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജന്റെ അളവ് വളരെയധികം കുറയും. ഈ ഒരു മെനോപോസ് ആവുമ്പം നമുക്ക് ഓവറിന്ന് പിന്നെ ഒരു ഈസ്ട്രോജന്റെ പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാവുന്നില്ല. മെനോപോസിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓവറിന്ന് ഇപ്പം ഓവം ഇനി പുതുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എല്ലാ ഓവവും അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് ഇനി എന്നുവെച്ചാൽ ഓവം ഇല്ലാതെ ആവുമ്പോഴാണ് ഈ ഒരു മെനോപോസ് എന്നൊരു അവസ്ഥയിലേക്ക് വരിക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ അവിടെ ഈസ്ട്രോജൻ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല. അപ്പം ഈസ്ട്രോജൻ ആണ് ശരിക്കും സ്ത്രീ ആക്കി നിർത്തുന്ന ഒരു ഹോർമോൺ എന്ന് പറയാം. അപ്പൊ ഈ ഒരു ഈസ്ട്രോജന്റെ അളവ് കുറയുമ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ എല്ലാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം മെനോപോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ഒരു ഓവറിയിൽ നടക്കുന്ന ഒരു ഇവന്റ് മാത്രമല്ല. ശരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ബോഡി മൊത്തമായിട്ടുള്ളൊരു ട്രാൻസിഷൻ തന്നെ അവിടെ നടക്കുന്നുണ്ട്. ആക്ച്വലി എന്താണ് ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത് ബ്രെയിൻ ഇവന്റ് എന്ന് പറയുമ്പോൾ? ഇപ്പൊ ഒരു ബ്രെയിനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ലേഡീസിന്റെ ബ്രെയിനിൽ കൂടുതൽ ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഈ ഒരു ഈസ്ട്രോജന്റെ അളവ് കുറയുമ്പോൾ ബ്രെയിൻ അതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് ഈ ഒരു ഇപ്പൊ പല സ്ത്രീകളും വന്ന് ചോദിക്കാറുണ്ട്, ഇപ്പൊ മെനോപോസ് എന്ന് പറയുന്നത് ഈ ഒരു മെൻസ്ട്രുവേഷൻ നിൽക്കുന്ന ഒരു പ്രശ്നം മാത്രമല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ ഓർമ്മക്കുറവ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു റീസൺ ഇതാണ്. സോ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഓർമ്മക്കുറവ് ഉണ്ടാവാറുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ബ്രെയിൻ ഫോഗ് എന്നൊരവസ്ഥ, അതെന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ ചിലപ്പോ ഒരു റൂമിലേക്ക് എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടി പോയതായിരിക്കും. പക്ഷെ എന്താണ് എത്തിയിട്ട് എന്താന്ന് ഓർമ്മ ഉണ്ടാവില്ല, എന്തിനാ ഞാൻ ഇവിടെ വന്നതെന്ന് അറിയില്ല. അതേപോലെ ചിലപ്പം ഒരു ഫോണിൽ ഇപ്പൊ നിങ്ങൾ ഫോൺ എടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മെസ്സേജ് ഇടാൻ ആയിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾ ഫോൺ എടുത്ത് ഒരു 10 റീല് കണ്ടു കഴിയുമ്പോഴായിരിക്കും ആക്ച്വലി ഞാൻ എന്തിനായിരുന്നു ഫോൺ എടുത്തത്. അപ്പം അങ്ങനത്തെ ഒക്കെ കുറച്ച് ഒരു സംഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ ആളുകൾക്ക് കൂടുതലായിരിക്കും. ഓക്കെ. അപ്പം ഈ ബാക്കി ഇവിടെയും ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അതെ, ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് ഒക്കെ ഈ ഒരു ഇപ്പം നമുക്കൊരു മെനോപോസിനെ നോക്കുകയാണെങ്കിൽ പെരി മെനോപോസ്, മെനോപോസ്, പോസ്റ്റ് മെനോപോസ് സ്റ്റേജസ് ആയിട്ട് പറയാം. ഒരു പെരി മെനോപോസ് എന്ന് പറയുന്നത് മെനോപോസ് ആവുന്നതിന്റെ
മുമ്പുള്ള അവസ്ഥ. ആ. പെരി മെനോപോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെനോപോസ് ആവുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റേജ് ആണ് പെരി മെനോപോസ്. ഇപ്പം മെനോപോസിന് ശരിക്കും ഏത് ഏജിൽ മെനോപോസ് ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇന്ന ഏജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ടൈം പീരീഡ്. അതെ, ഒരു ടൈം പീരീഡ്. അപ്പം ഇന്ത്യൻ വിമണിൽ കൂടുതലായിട്ടും 45-നും 55-നും ഇടയിലാണ് മെനോപോസ് ആയിട്ട് കാണാറുള്ളത്. അപ്പം ഈ ഒരു മെനോപോസ് അപ്പോഴാണ് ആവുന്നതെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഇതിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ഏജിലാണ് ആവുന്നതെങ്കിലും കുറെ വർഷം മുന്നേ അതിന്റെ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തുടങ്ങും. ഇപ്പം അതായത് ഇപ്പം ഒരു പെരിമെനോപോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ 10 വർഷം മുന്നേ വരെ സിംറ്റംസ് കണ്ടേക്കാം എന്നാണ്. അല്ലെങ്കിൽ 10 വർഷം മുന്നേ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാ മാം അവര് തിരിച്ചറിയാതെ അതിന്റെ സിംറ്റം ആണോ? കാരണം അത്രയും ഏർലി സ്റ്റേജിൽ അത് മനസ്സിലാവും. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 45-ല് മെനോപോസ് ആവുന്ന ഒരാൾക്ക് ചിലപ്പോൾ 35 കഴിഞ്ഞത് മുതലേ കണ്ടേക്കാം. അല്ലെങ്കിൽ 55-ല് മെനോപോസ് ആവുന്ന ഒരാൾക്ക് 45-ന്റെ ആ ഒരു സമയത്ത് ഇങ്ങനത്തെ സിംറ്റംസ് കണ്ടേക്കാം. അങ്ങനെയാണ് പറയുന്നത്. സിംറ്റംസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? സിംറ്റംസ് പറയുമ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഹോട്ട് ഫ്ലഷസ് ആണ്. ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ശരീരത്തിൽ പൊടുന്നനെ ഒരു ചൂട് അനുഭവപ്പെടുക. അതിന്റെ കൂടെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ ആകെ വിയർത്ത് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ബാക്ക് ടു നോർമൽ എന്നുള്ള ഇതിലേക്കാവും. ഇപ്പൊ പല പേഷ്യൻസും വന്ന് പറയാറുണ്ട്, അവര് എന്തെങ്കിലും മീറ്റിങ്ങിനൊക്കെ ഇരിക്കുമ്പം AC റൂമായിരിക്കും, പക്ഷെ ഇങ്ങനെ ആകെ വിയർക്കുമ്പം എല്ലാവരും നോക്കും, ആകെ ഒരു വല്ലാത്തൊരു ഫീലാണ് എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെ നൈറ്റ് സ്വെറ്റ്സ് എന്ന് വെച്ചാൽ രാത്രി ഇതേപോലെ ഉണ്ടായിട്ട് ഡ്രസ്സ് വരെ മാറേണ്ടയൊക്കെ അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത്രയും സ്വെറ്റ് ചെയ്ത് ആ ഒരു ഉറക്കം ഡിസ്റ്റർബ് ആവുക എന്നുള്ളൊരു അവസ്ഥ. മാം ഇപ്പം ജസ്റ്റ് പറഞ്ഞു 10 ഇയേഴ്സ് മുമ്പ് ഇത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ 10 ഇയേഴ്സും ഇതുപോലത്തെ സിംറ്റംസ് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണോ? 10 ഇയേഴ്സ് മുന്നേ മുതൽ വരെ തുടങ്ങാം. അപ്പം എല്ലാവർക്കും 10 ഇയേഴ്സ് മുന്നേ ആയിരിക്കില്ല. ചില ആളുകൾക്ക് 10 ഇയേഴ്സ് മുന്നേ തുടങ്ങാം, ചില ആളുകൾക്ക് 5 ഇയേഴ്സ് മുന്നേ ആയിരിക്കും, ചില ആളുകൾക്ക് 1 വർഷം മുന്നേ ആയിരിക്കും. ഡിപ്പെൻസ് ആണ്. അപ്പം ഈ ഒരു സിംറ്റംസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഹോട്ട് ഫ്ലഷസ് ഒക്കെ ഉള്ള ഒരാൾക്ക് അത് പൂർണ്ണമായിട്ടും എപ്പം മാറുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെനോപോസ് ആയി 2 വർഷം കഴിയുമ്പം പൂർണ്ണമായിട്ടും അത് ഭേദമാവാറുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകളിൽ ഒരു 5-6 ഇയേഴ്സും കൂടെ കാണാറുണ്ട്. ചില ആളുകളിൽ ലൈഫ് ലോങ് ആയിട്ടും ഉണ്ടാവാറുണ്ട്. വളരെ ചുരുക്കം ആളുകൾ. ഡിപ്പെൻസ് ആണ്. ബട്ട് ഒരു 5 ഇയേഴ്സ് മുമ്പേ കാണിക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റേജ് തൊട്ട് ആ ഒരു സ്ത്രീ ഇത് എന്താ പറയാ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് അതിന് ആ ഒരു അതിന്റെ തീവ്രതേനെ കുറയ്ക്കാനൊക്കെ പറ്റും. മെഡിക്കേഷൻസ് ഉണ്ടോ ഇതിന്? അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ മെഡിക്കേഷൻസ് ആവശ്യമാണെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്താം. ഇപ്പം എന്താ പറയാ, നല്ലൊരു ഡയറ്റ്, അതുപോലെ റുട്ടീൻ, എക്സസൈസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഈ ഇങ്ങനത്തെ കുറെ സിംറ്റംസിന് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പം ഒരു സ്ത്രീയുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പം നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണെങ്കിൽ കൂടി ഇത്തരം സ്റ്റേജുകളിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇത് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ആദ്യം തൊട്ടേ ഇങ്ങനെയാണോ, ആൾക്കാർ അഡ്രസ് ചെയ്യാത്തതുകൊണ്ടാണോ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് സിംറ്റംസ് കണ്ടുവരുന്നുണ്ട് എന്നാണ് റിസർച്ചുകളിലൊക്കെ പറയുന്നത്. ഇപ്പം ആദ്യം എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ ഒരു കൂട്ടുകുടുംബം കാര്യങ്ങളൊക്കെ ആവുമ്പം അവർക്ക് കാര്യങ്ങൾ വെന്റ് ഔട്ട് ചെയ്യാൻ സ്ഥലമുണ്ട്, അവര് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അടുത്ത ആളുകൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഒട്ടുമിക്ക കേസുകളിലും ഈ ഒരു പ്രായമാകുമ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കാം, ഞാൻ ഇങ്ങനെയൊക്കെ അത് സഹിച്ച് മുന്നോട്ട് പോകുന്ന എത്രയോ ആളുകളും ഉണ്ട്. ഇപ്പം വീട്ടിലുള്ള ആളുകൾ വിചാരിക്കും ഇവൾക്ക് ഇതെന്ത് പറ്റി, അല്ലെങ്കിൽ പണ്ടുള്ള പോലെ അല്ലല്ലോ ഇപ്പൊ പെരുമാറുന്നത്, എന്ത് പറഞ്ഞാലും ദേഷ്യം, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ പറയാറുണ്ട്. അപ്പം മക്കൾക്കാണെങ്കിൽ തോന്നും അമ്മ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. പക്ഷെ ഈ അമ്മയ്ക്ക് തോന്നുന്നത് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്താ എനിക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ചിലപ്പോൾ അമ്മ പറയുന്നുണ്ടാവും, പക്ഷെ അത് ആരും അത്ര വലിയ കാര്യമാക്കുന്നുണ്ടാവില്ല. കാരണം എനിക്കിങ്ങനെ ചുട്ടുപൊള്ളുന്ന, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചിലപ്പോൾ ഇതേപോലെ വിഷമം വരാൻ എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു വിഷമത്തിന്റെ ഇന്റൻസിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഇവളിങ്ങനെ. അല്ലെങ്കിൽ അമ്മയ്ക്കും തോന്നും
ഇതത്ര വലിയ അഡ്രസ് ചെയ്യേണ്ട കാര്യമല്ല എന്നൊക്കെ ശരിക്കും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അതെ 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 സംഭവിക്കുന്നുണ്ട്. ആക്ച്വലി ആ ഒരു സ്ത്രീ ആയിരിക്കും, അമ്മയാണെങ്കിലും ഇപ്പം ആരാണെങ്കിലും അവരായിരിക്കും അത് അനുഭവിക്കുന്നത്, നമ്മളത് അറിയുന്നുണ്ടാവില്ല. കൃത്യമായിട്ടുള്ളൊരു അവബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ ഒരു മെനോപോസിന്റെ ഇവിടെ ഞാൻ പറയാണ്, ഇപ്പം മെൻസസ് ആവാറാവുമ്പോഴും, അതായത് ഈ ഒരു പീരീഡ്സ് വരുന്നതിന്റെ മുന്നേയും ചില മൂഡ് സ്വിങ്ങും ഡിസ്കംഫേർട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം പല ആളുകളും ഈ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പം പറയാറുണ്ട്, ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അവര് തമ്മിൽ ഏറ്റവും അധികം അടി നടന്നിട്ടുള്ളത് നോക്കുമ്പം സ്റ്റേജിലായിരിക്കും. ഈ ഒരു പീരീഡ്സ് ആവുന്നതിന്റെ തൊട്ട് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും എന്ന് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങളും അഡ്രസ് ചെയ്യാതെ പോകുന്നുണ്ട്. ഈ ഒരു മെനോപോസിനെ പറ്റിയൊക്കെ നമ്മള് ക്ലാസ് എടുക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പം പലരും പറയാറുണ്ട്, ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ അവർ ഒരു റിലേറ്റ് ചെയ്യാൻ അതെ അതെ പറ്റുന്നത്. അങ്ങനെ അപ്പോഴാണ് അവര് റിലേറ്റ് ചെയ്യുന്നത്. ഇപ്പം പല ഹസ്ബൻഡ്സും വിളിച്ച് ചോദിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ്സ് ആണ്, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. പക്ഷെ ആക്ച്വലി പറയുകയാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് സൊസൈറ്റിയിൽ ഉണ്ട്, പക്ഷെ അത്രത്തോളം അവയർനെസ് ഈ ഒരു അതെ 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 കേസിൽ അതെ ഇല്ല. ഈ ഒരു കേസിലില്ല. പക്ഷെ ഇതേപോലെ തന്നെ സ്ത്രീ ഇവിടെയും ഒരു മെന്റൽ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഇതേപോലത്തെ സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത് അതെ അല്ലേ? അതെ ഇപ്പൊ ഒരു മെനോപോസ് ആയി കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു പെരിമെനോപോസ് പീരീഡിൽ ഇപ്പൊ നമ്മൾ സിംറ്റംസ് പറയുകയാണെങ്കിൽ ഈ ഒരു ഹോട്ട് ഫ്ലഷസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ലീപ്പ് ഒരു നല്ല പോലെ ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ചിലപ്പം ഇപ്പൊ പലരും വന്ന് പറയാറുണ്ട്, എനിക്ക് എന്താന്ന് എനിക്ക് അറിയില്ല, പണ്ട് ഞാൻ നന്നായിട്ട് 8 മണിക്കൂർ ഉറങ്ങുന്നതായിരുന്നു, ഇപ്പൊ ഒരു 3 മണിക്കൊക്കെ എണീറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം അതുപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നവരുണ്ട്. അതേപോലെ തന്നെ വജൈനൽ ഡ്രൈനസ് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ പെയിൻഫുൾ സെക്സ് ഉള്ളവരുണ്ട്. പിന്നെ ക്ഷീണം എന്താന്ന് പറയാൻ അറിയില്ല, എപ്പോഴും ഒരു ക്ഷീണം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാനൊരു മൂഡില്ല. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ അകാരണമായിട്ട് ദേഷ്യം, വിഷമം ഒക്കെ ആയിട്ടും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പീരീഡ്സ് നിൽക്കാറാവുമ്പം പലരിലും ഈ ഒരു എന്താ മെൻസ്ട്രേഷൻ ആ ഒരു മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആവാറുണ്ട്. പിന്നെ ചിലപ്പം ഭയങ്കര വേദന ഉണ്ടാവാറുണ്ട്, അമിത രക്തസ്രാവം അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് മെന്റലി വരുന്നത് പോലെ തന്നെ അതെ ഫിസിക്കലിയും ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആവുമ്പം ഒരു ഒരു വല്ലാത്തൊരു ഫേസ് തന്നെ ആണത്. ചില ആളുകളിൽ ഒരു വല്ലാത്തൊരു ഫേസ് ആയിട്ട് മാറാറുണ്ട്. ഇതിപ്പം മാം എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഇപ്പം മാം ലൈഫ് സ്റ്റൈൽ പറഞ്ഞു, എക്സസൈസ് പറഞ്ഞു, എങ്ങനെയാണ് ഇതിന് ഐ മീൻ ഇപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റേജിൽ എത്തണമല്ലോ. സോ അത് നമുക്ക് ഓൾറെഡി അറിയാം, 45 അല്ലെങ്കിൽ 55 സ്റ്റേജ് ആകുമ്പോൾ ഒരു സ്ത്രീ ആ സ്റ്റേജിലേക്ക് എത്തണം. സോ ഇത്രയും സിംറ്റംസിൽ അല്ലെങ്കിൽ ഇത്രയും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിൽ പോകുന്നതിന് മുമ്പേ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ എന്തെങ്കിലും മെഷേഴ്സ് ഉണ്ടോ? ഇപ്പം സ്ത്രീ അവരുടെ ഈ ഒരു ആർത്തവം ഉള്ള ഒരു പീരീഡിൽ, അല്ലെങ്കിൽ അവർക്ക് എല്ലാ മാസവും പീരീഡ്സ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ കുറെ അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആണ്. അതായത് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഈ ഒരു സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത കുറവാണ്. അപ്പം അതുപോലെ തന്നെ ഡയബറ്റിസ് വരാനുള്ള, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. അപ്പം ഈ ഒരു മെനോപോസ് ആവുന്നതോടുകൂടെ ഇതിനൊക്കെ ഉള്ള ചാൻസ് കൂടുകയാണ്. ഹൃദ്രോഗത്തിനുള്ള ചാൻസ് ആണെങ്കിലും, അതുപോലെ ഓസ്റ്റിയോപോറോസിസ് എന്ന് വെച്ചാൽ ഈ ഒരു കാൽസ്യം കുറയാൻ തുടങ്ങും. ഒരു 30 വയസ്സ് കഴിയുമ്പോ തന്നെ ഒരു കാൽസ്യത്തിന്റെ അളവ് കുറയാൻ തുടങ്ങും. അതോടുകൂടെ തന്നെ ഈ ഒരു ഈസ്ട്രോജന്റെ പ്രൊട്ടക്ഷനും കൂടെ പോകുമ്പോൾ ബോൺ ഡെൻസിറ്റി കുറഞ്ഞിട്ട് ആ ഒരു എല്ല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, എല്ല് പൊട്ടൽ, അല്ലെങ്കിൽ മുട്ടുവേദന, ഓസ്റ്റിയോപോറോസിസ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ കണ്ടുവരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും ഇപ്പൊ ഒരു 30 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ലേഡീനോട് പറയുന്നതിൽ കൂടുതലായിട്ട് ഒരു 40 കഴിയുമ്പം തന്നെ എക്സസൈസും സ്ട്രെങ്തനിങ് ആയിട്ടുള്ള ഒരു മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബോൺ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യാൻ പറയാറുണ്ട്. അവർക്കാണ് കൂടുതൽ ആവശ്യം വരുന്നത്. ഇതിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ മാം, ഇപ്പം മാം പറഞ്ഞു മെൻസ്ട്രൽ സൈക്കിൾ ഉള്ള സമയത്ത് ഇപ്പം ഓസ്റ്റിയോപൊറോസിസ് പോലത്തെ അസുഖങ്ങൾ കുറവായിരിക്കും, ഇപ്പോൾ മെനോപോസിന്റെ സമയത്താണ് ചാൻസ് കൂടുതൽ. അപ്പൊ എൻ്റെ ഒരു ഡൗട്ടാണ്, ആക്ച്വലി ആ സമയത്തല്ലേ സ്ത്രീകൾക്ക് ഈ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബ്ലഡ് എല്ലാം കൂടുതൽ നഷ്ടപ്പെടുന്നത്? ഇതവിടെ സ്റ്റോപ്പ് ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പം പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു സമയത്ത് ഇതിനുള്ള ചാൻസുകൾ കൂടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏജ് റിലേറ്റഡ് ചേഞ്ചസ് ബോഡിയിൽ നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഈ ഒരു മെനോപോസ് ചേഞ്ചസും കൂടെ ആവുമ്പോൾ ഈ ഒരു കാര്യത്തിനെ കാറ്റലിസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അതായത് ഒരു കാൽസ്യം കുറയുന്നു പറഞ്ഞു. അപ്പം പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്ട്രോജന്റെ ആ ഒരു പ്രൊട്ടക്ഷനും കുറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബോൺ ഡെൻസിറ്റി കുറയുന്നു. ഇതുപോലത്തെ അസുഖങ്ങൾ ഇതിനെ ബാധിക്കുന്നു. അതെ അതെ.
ആക്ച്വലി ഈസ്ട്രജൻ പ്രൊഡക്ഷൻ കുറയല്ലേ ചെയ്യുന്നത്, സ്റ്റോപ്പ് ആവുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഈസ്ട്രോജന്റെ പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ കുറയുന്നു. ഈസ്ട്രോജൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്ട്രോജന്റെ അളവ് വളരെ നല്ല രീതിയിൽ ഡിക്ലൈൻ ആവുന്നുണ്ട്. ഇപ്പൊ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് മാം പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെയാണല്ലോ ഡയറ്റും. ഇപ്പൊ നമുക്ക് ഈ ഒരു മെനോപോസ് അല്ലെങ്കിൽ ഒരു പെരിമെനോപോസ് ഇതിലൊക്കെ ഒരു പ്രിവെന്റീവ് ആയിട്ട് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയറ്റ്, എക്സസൈസ്, അതുപോലെ ലൈഫ് സ്റ്റൈൽ. പക്ഷെ നമ്മളൊരു നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം എക്സസൈസ് പറയുകയാണെങ്കിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസ്, അതായത് നമ്മൾ വീക്കിലി ഒരു 4 to 5 days ഒരു 60 മിനിറ്റ് എങ്കിലും 45 to 60 മിനിറ്റ് എങ്കിലും നീണ്ടു നിൽക്കുന്ന രീതിയിൽ തന്നെ എക്സസൈസ് ചെയ്യണം. ഒരു 60 എബോവ് ഒക്കെ ആവുമ്പോൾ ആ ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ്സിലേക്ക് ഡ്യൂറേഷൻ കുറയ്ക്കാം. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹോർമോൺസ് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ട്രിഗർ ആവുകയും അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക, ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു മൂഡ് ചേഞ്ചിനെയൊക്കെ ഒരുവിധം മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു സ്ട്രെസ്സിനെ കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം നല്ല രീതിയിൽ മാറും, മെറ്റബോളിസം ഇംപ്രൂവ് ആവും. ഈ കാര്യങ്ങളെല്ലാം എക്സസൈസിന്റെ ഗുണങ്ങൾ കിട്ടുന്ന. അതെ അതെ. അപ്പം ഇതിന്റെയൊക്കെ ഫലമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹാർട്ട് ഡിസീസ് വരാനുള്ളയും അതേപോലെ ഡയബറ്റിസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പോലത്തെയൊക്കെ ഒരു ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസിനെ അവിടെ കുറയ്ക്കാം. ശരിക്കും ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പം ഒരു 40 ഏജ് ആയി, അല്ലെങ്കിൽ ഞാൻ ഇത്ര വയസ്സായി, ഇനി ഞാൻ എക്സസൈസ് ചെയ്യണ്ട എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് കൂടുതൽ ആളുകൾക്കും ഉള്ളത്. പക്ഷെ റിയാലിറ്റി നോക്കുമ്പോൾ നമ്മൾ ഏജ് ആവുന്നതിനനുസരിച്ച് എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരിക. അതെ 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 അതെ. നമ്മള് ഒരു എയറോബിക് എക്സസൈസ് എന്തായാലും സ്ട്രെങ്തനിങ്ങും ഒക്കെ ആയിട്ടുള്ള എക്സസൈസ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ വേറെ പല ബുദ്ധിമുട്ടുകളും ആയിരിക്കും ഉണ്ടാകുന്നത്. അതേപോലെ യോഗ വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത്. അതേപോലെ തന്നെ മെഡിറ്റേഷൻ. ഇപ്പം ഈ ഒരു പറഞ്ഞല്ലോ നമ്മുടെ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ അതുള്ളത് കൊണ്ട് മെഡിറ്റേഷൻ നല്ലതാണ്, യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. മാം, അപ്പം നമ്മളിത് ഏർലി സ്റ്റേജിൽ ഇപ്പോൾ എക്സസൈസ് അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഇവർ കൊണ്ടുവരികയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്താണെങ്കിൽ മെനോപോസിന് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇല്ല. അപ്പം മെനോപോസ് എന്ന് പറയുന്നത് ഒരു നമുക്ക് നല്ല കുറച്ച് ചേഞ്ചസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് കൂട്ടാനും അതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നല്ല ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് കൂടെ കൊണ്ടുപോകാനും പറ്റിയൊരു സ്റ്റേജാണ്. അതെ. പക്ഷെ ഇങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് അല്ലെങ്കിൽ അൺഹെൽത്തി ആയ ലൈഫ് സ്റ്റൈൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ നമുക്ക്. അതെ 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 അതെ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഏർലി മെനോപോസും അങ്ങനെ ഒക്കെ എന്താ കാര്യം എന്ന് നോക്കുമ്പം ഇത് തന്നെയാണ്. ഇപ്പം ഒന്ന് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും പിന്നെ നമ്മൾ ഈ ഒരു പൊല്യൂട്ടഡ് എൻവയോൺമെന്റിൽ ജീവിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണോ അതിന് പാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അതെ, അതായത് ആദ്യം ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാവണം. അതെ. ഒരിക്കലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ച് അത്രയുള്ള അവയർനെസ് ഇതിൽ ഇല്ല. ഇപ്പം മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ചൊക്കെ ക്ലാസ്സുകളും സ്കൂളുകളിലൊക്കെ അവയർനെസ് ക്ലാസ്സുകൾ ഗവൺമെന്റ് സൈഡിൽ നിന്നും കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഹോസ്പിറ്റൽസും ഇതേപോലത്തെ ഡോക്ടേഴ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എത്രത്തോളം ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ ആയിക്കോട്ടെ, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കൂട്ടുകുടുംബമാണെങ്കിൽ അവിടെ അവയർനെസ് ഉണ്ടാവാം. ഇപ്പം എന്താ പറയുക, റിമോട്ടായിട്ട് നമ്മൾ നിൽക്കുമ്പം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എത്രത്തോളം ഇവർ അവെയർ ആണ്, നാളെ എനിക്ക് ഈ ഒരു കാരണം കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ മെനോപോസിന്റെ ഒരു സിംറ്റംസ് ആണെന്നുള്ള അവർ എത്രത്തോളം അവെയർ ആണ്. ഇപ്പോഴും വേണ്ടത്ര അവയർനെസ് ഇല്ലാന്ന് തന്നെയാണ് പറയാം. അപ്പം ഇതേപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ കൺസേൺ ആവേണ്ടതാണോ ആവേണ്ടതല്ലേ എന്നുള്ളത് ഇപ്പോഴും ഡൗട്ട്ഫുൾ ആണ് പല ആളുകൾക്കും. ഇത് എല്ലാവർക്കും ഇങ്ങനെ അല്ലേ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ്. അല്ലെങ്കിൽ ഇതത്ര വലിയ പ്രശ്നമല്ല. അതെ അതെ, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതങ്ങോട്ട് വേഴ്സ് ആവുമ്പോഴാണ് അതെ അതെ പോകുന്നതും അല്ലെങ്കിൽ ഇത് ഞാൻ മുന്നേ നോക്കേണ്ടിയിരുന്നൊരു കാര്യമാണ് എന്നൊക്കെ തോന്നാറുള്ളത്. പക്ഷെ എന്നാലും ഒരു ലാസ്റ്റ് ഒരു 5 years ഒക്കെ ആയിട്ട് കുറച്ചും കൂടെ ആളുകൾ ഈ ഒരു മെനോപോസിന്റെ കാര്യങ്ങൾ ചോദിക്കാനും അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഒരു സെൽഫ് കെയർ കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ എന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഒരു ബാക്കി എല്ലാവരെയും വേണ്ട പോലെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള ചേഞ്ചസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മാം പറഞ്ഞതുപോലെ
ഈ ഒരു സിംറ്റംസ് കാര്യങ്ങൾ ഇപ്പോൾ മെഡിക്കേഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഈ സിംറ്റംസ് നോക്കി നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, എങ്കിലല്ലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. അതൊക്കെ ഇപ്പം എൻ്റെ സൈഡിൽ ചോദിക്കാനുള്ളത്, ഒരു മകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പം എൻ്റെ അമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ സഹോദരി ആയിക്കോട്ടെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണത്? ഇവർ ഈ ഒരു സ്റ്റേജിലൂടെയാണ് പോകുന്നത്, അവർ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. സോ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മെനോപോസിനെ പറ്റിയിട്ടൊരു കൃത്യമായിട്ടുള്ളൊരു അവയർനെസ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ ചുറ്റുമുള്ള സ്ത്രീകളിൽ ഇങ്ങനെ ഒരു ഫേസിലൂടെ എല്ലാ സ്ത്രീകളും കടന്നു പോകുന്നുണ്ട്. അപ്പം അതേപോലെ ഇപ്പം എന്തിനും ഇപ്പം അമ്മയ്ക്കൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഞാൻ കൊണ്ടുവന്നു അവിടെ തീർന്നു എന്ന് വെക്കരുത്. അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൂടെ ആവശ്യമുള്ള സമയമായിരിക്കും. ചിലപ്പോൾ അവർക്ക് അവരെ കേൾക്കാൻ ഒരാൾ മതിയെന്നായിരിക്കും ഉണ്ടാവുക. എൻ്റെ ഒന്ന് കാര്യങ്ങൾ കേൾക്കാൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീല് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാം, അമ്മ ഇതൊരു അല്ലെങ്കിൽ വൈഫിന്റെ അടുത്തോ ഒക്കെ ആണെങ്കിലും ഇതിങ്ങനെ ഒരു സ്റ്റേജ് ആണ്, അപ്പം ഇവിടെ ഇങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പം നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം, അല്ലെങ്കിൽ ഒരു ഇപ്പം കൗൺസിലിങ്ങിന് പോവാം. ഇനിയിപ്പോൾ അതുമല്ല, ഇപ്പം നിങ്ങൾ ചിലപ്പം കുറച്ചു നേരം കൂടെ ഇരിക്കുകയായിരിക്കും വേണ്ടത്. അപ്പം എന്താണോ അവരുടെ ആവശ്യം എന്ന് അറിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളുടെ പ്ലാനുകൾ പലതും മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ അതിന് റെഡി ആയിട്ടിരിക്കുക. പക്ഷേ ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഇവര് നമ്മോട് അഡ്രസ് ചെയ്യുമ്പോഴല്ലേ നമുക്കിത് മനസ്സിലാവുക. അപ്പം അവരെടുന്ന നിങ്ങളിത് തുറന്നു പറയാൻ റെഡി ആവണ്ടേ? അതിന് ഇപ്പം തുറന്നു പറയാൻ റെഡി ആവണ്ടേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതെ, അതിപ്പോ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയാണല്ലോ. നമുക്കൊരു എനിക്ക് പറയാമെന്ന് തോന്നുന്ന ഒരു സ്പേസ് ഉള്ളിടത്ത് മാത്രല്ലേ നമ്മൾ കാര്യങ്ങൾ പറയാറുള്ളൂ. സോ ഇമോഷണൽ സപ്പോർട്ടാണ് മെയിൻലി ഞങ്ങൾക്ക്. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേക്കും പല വീടുകളിലും ചിലപ്പോൾ മക്കള് പഠിക്കാൻ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജോലിയായി പോയിട്ടുണ്ടാവും, കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, അപ്പം അല്ലെങ്കിൽ പേരക്കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഇവരുടെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് അവര് കൂടുതൽ പ്രയോറിറ്റി അതിനായിരിക്കും കൊടുക്കുക. അവരുടെ പ്രശ്നത്തിന് ചിലപ്പോൾ അത്രയും പ്രയോറിറ്റി ഉണ്ടാവില്ല. അല്ലെങ്കിൽ പലയിടത്തും ഇപ്പൊ കാണാറുള്ളത്, ഇപ്പം മക്കളൊക്കെ ചിലപ്പോൾ വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ പഠിക്കാൻ പോയതായിരിക്കും. അപ്പൊ ആരും ഇല്ല എന്നുള്ളൊരു തോന്നല് ചിലപ്പം കൂടെ. അപ്പം എൻ്റെ അടുത്തൊരു പേഷ്യന്റ് പറഞ്ഞിരുന്നു, എനിക്ക് മകള് ഇവിടെ ഉള്ള സമയത്ത് എല്ലാത്തിനും അവള് വരികയായിരുന്നു, ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ്, അപ്പൊ എനിക്ക് ഒന്നിനും പോവാൻ തോന്നാറില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ അവള് കൂടെ പോയതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം എന്ന് പറയാറുണ്ട്. ഒരു എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്നാണ് പറയാ. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥകളുണ്ട്. അപ്പം കൂടെ മനസ്സിലാക്കി നിങ്ങളൊരു ഡിപ്രസ് സ്റ്റേജിലായിരിക്കും, ഇങ്ങനത്തെ അവസ്ഥകൾ അതിനെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യും. സോ അത് വീണ്ടും ഹെൽത്തിനെ, അതായത് മെന്റൽ ഹെൽത്ത് പോകുന്ന സ്ഥിതിക്ക് വീണ്ടും അത് അവരുടെ ഫിസിക്കൽ ഹെൽത്തിനെ അത് ബാധിക്കും. സോ ആദ്യം വേണ്ടത് അവയർനെസ് തന്നെയാണ്. കാരണം അമ്മയായിക്കോട്ടെ പെങ്ങന്മാരായിക്കോട്ടെ ഈ ഒരു സ്റ്റേജിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ മാം പറഞ്ഞ പോലെ ഒരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. സോ ശരിക്കും ഇത് പറയുകയാണെങ്കിൽ ഒരു ടീനേജിലാണെങ്കിലും ഈ കുട്ടികൾക്ക് ഈ ഒരു അവയർനെസ് കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം അപ്പോഴല്ലേ അവർക്കും തിരിച്ചറിയാൻ പറ്റില്ല ഈ ഒരു ഏജിന് വേണ്ടിട്ട് കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അതെ അതെ, എന്നുവെച്ചാൽ എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാ വീടുകളിലും ഉള്ള ഒരാൾ ഈ ഒരു രീതിയിൽ ഒന്നോ രണ്ടോ ആളുകൾ ഈ ഒരു ഫേസിലൂടെ ഒക്കെ പല സമയങ്ങളിലായിട്ട് കടന്നു പോകേണ്ടവർ, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അതെ, ഇനി അങ്ങോട്ട് എത്താനുള്ള ആളുകളായിരിക്കും. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ചർച്ച. ഇന്നത്തെ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനും ഇത്രയൊരു ഇൻസൈറ്റ് പ്രതീക്ഷിച്ചില്ല. കാരണം മെനാപോസ് ഞാനും വിചാരിച്ചത് ആ ഒരു ഫ്രീഡം സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യല്ലേ, ഇത് മാത്രം ഒരു ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം ഇതിലുണ്ടോ എന്നാണ്. പക്ഷെ ഇപ്പം ഞാൻ തന്നെ വീട്ടിലെ കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി അമ്മയൊന്നും പറയാത്തതുകൊണ്ടാവാം, എന്താണെന്നറിയില്ല. സോ എല്ലാവർക്കും ഇതൊരു അറിവായിരിക്കട്ടെ. നല്ലൊരു അവയർനെസ് ആയിരുന്നു മാം. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.